ഹായ്, വെൽക്കം ടു പ്രപ്സ്കെ. KVS NVS നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമുക്കറിയാം. അപ്പൊ KVS NVS നോട്ടിഫിക്കേഷൻ വന്നു, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തു. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഓർക്കുക, നമ്മുടെ അപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 4-ാം തീയതിയാണ്, അടുത്തെത്തി. അപ്പോ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് യോഗ്യതയുള്ള എല്ലാവരും ഇതിന് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. രണ്ടിലും കൂടി ഏകദേശം 14,967 ഒഴിവുകളുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. KVS-ലും NVS-ലുമായിട്ട് വളരെ വലിയ ബൃഹത്തായ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഈ ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യരുത്? കൊണ്ടുപോയി കളയരുത്. എന്തായാലും അപ്ലൈ ചെയ്യാനും പഠിക്കാനും ശ്രമിക്കുക. ഇനി ഇതൊരു വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏകദേശം 14,967 വേക്കൻസി, അതിൽ 9,126 കേന്ദ്രീയ വിദ്യാലയത്തിലും ബാക്കി നവോദയ വിദ്യാലയങ്ങളിലുമാണ്. NVS-ലുമാണ് 5,841 വേക്കൻസികൾ ബാക്കിയുള്ളത്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു, മുമ്പേ പറഞ്ഞതാണ് എങ്കിൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അല്ലെ. അതായത് നവംബർ 14-നായിരുന്നു അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ഓപ്പൺ ചെയ്തത്, ആ ഒരു വിൻഡോ ഓപ്പൺ ആയത്. ഡിസംബർ 4-ആണ് ഡെഡ് ലൈൻ. അപ്പോൾ ഈ ഡെഡ് ലൈൻ വരെ ഒന്നും കാത്തു നിൽക്കരുത്, അവസാന സമയത്തേക്കൊന്നും വയ്ക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം. ജനുവരി 10-11 ആയിട്ടാണ് ഇതിന്റെ എക്സാം നടക്കുന്നത്. ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അത് ജനുവരി 10-11 തീയതികളിലായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഓർത്തു. ഇനി എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ NVS അല്ലെങ്കിൽ KVS ഒരു മസ്റ്റ് അപ്ലൈ അല്ലെങ്കിൽ നമ്മൾ മസ്റ്റ് ട്രൈ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യമേ പറയുന്നു, ഇതൊരു ഹൈ സാലറീഡ് പോസ്റ്റ് ആണ്. ഹൈ സാലറീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജോബ് പ്രൊഫൈലും അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. 7th പേ കമ്മീഷൻ സ്കെയിൽ PGT സ്റ്റാർട്ട് ചെയ്യുന്നത് ലെവൽ 8-ലാണ്, അതായത് TGT ലെവൽ 7-ലാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ശമ്പളം ലഭിക്കുന്ന അല്ലെങ്കിൽ എത്രത്തോളം ഹൈ പ്രൊഫൈൽ കരിയർ ആണ് എന്നുള്ളത്. ജോബ് സെക്യൂരിറ്റി, പെർമനന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ജോലി ചെയ്യാൻ പോകുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോബ് സെക്യൂർഡ് ആണ് എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്ക് എല്ലാവർക്കും അത് അറിയാം. കരിയർ ഗ്രോത്ത് അല്ലെ, നമ്മളൊരു ടീച്ചറായി കയറി വൈസ് പ്രിൻസിപ്പളോ പ്രിൻസിപ്പളോ ഒക്കെ ആയി അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന റാങ്കിലേക്ക് പോസ്റ്റിലേക്കൊക്കെ എത്താനുള്ള ഒരു വഴി കൂടിയാണ് ഈ റിക്രൂട്ട്മെന്റ്. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ എന്താണെങ്കിലും എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്തേ മതിയാവും. ഇനി നമ്മൾ ഇതിന്റെ KVS NVS-ന്റെ ബാച്ച് 3 ആരംഭിക്കുകയാണ്. ബാച്ച് 1-ഉം 2-ഉം വളരെ സക്സസ്ഫുൾ ആയി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ബാച്ച് 1-ലും 2-ലും ഒക്കെ നമുക്ക് ധാരാളം എൻക്വയറി വരുന്നുണ്ട്. ഓരോ ബാച്ചിലും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഫോക്കസ് ചെയ്ത് നമുക്ക് അവരിൽ നിന്ന് മാക്സിമം റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് KVS NVS-ന്റെ ബാച്ച് 3 2/12/2025 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസംബർ മാസം 2-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ഈ നമുക്കറിയാം എക്സാം ഒരു 40 ദിവസത്തിന്റെ അപ്പുറത്ത് നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയം കൊണ്ട് ഈ സിലബസ് നമുക്ക് കവർ ചെയ്ത് ഇവിടെ നിന്നുള്ള മാക്സിമം കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമുക്ക് ഈ എക്സാമിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്യാവശ്യം നല്ല സിലബസ് ആണ്. ഈ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് KVS ആൻഡ് NVS കരിക്കുലം ഫോളോ ചെയ്തിട്ട് എക്സ്പെർട്ട് ഫാക്കൽറ്റി പാനലിനെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഈ അധ്യാപക പരീക്ഷകളിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള സ്ഥാപനമാണ് പ്രപ്സ്കെയിൽ. അതിപ്പോ കേരള ഗവൺമെന്റ് നടത്തുന്ന എക്സാമുകളായാലും ശരി, ബാക്കി എക്സാമുകളായാലും ശരി. അപ്പൊ നമ്മളൊരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാച്ച് 3 ആണ് ഇപ്പോ നമ്മൾ പറഞ്ഞു 2-ാം തീയതി ആരംഭിക്കുന്നത്. ഇതിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും എന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം ഡെയിലി ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഡെയിലി ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസിനെ വിഭജിച്ച് നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് പഠിക്കുന്നു. ആ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്കിപ്പോൾ ഇന്ന ദിവസം ഇന്ന ടോപ്പിക് ആണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ലഭിക്കും. ആ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് സെഷൻ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ലൈവ് സെഷനിൽ നമുക്ക് ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോലെയുള്ള കാര്യങ്ങളും റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് ബാക്കി കാര്യങ്ങളും ലഭിക്കും. അങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുന്നു. ആ പഠിച്ചതിന് ശേഷം ഡെയിലി എക്സാമുകളും കൂടി നമ്മൾ എന്ത് ചെയ്യും? അന്നേ ദിവസം തന്നെ അറ്റൻഡ് ചെയ്യും. ടോപ്പിക് വൈസ് ഡെയിലി അസസ്മെന്റ് ആണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ആ ഭാഗം പഠിച്ചു, എത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിലയിരുത്താനുള്ള ഒരു അവസരമാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ബാച്ചിലൂടെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ബാച്ചിന് നമ്മളിപ്പോ ഏറ്റവും കുറഞ്ഞ ഫീ ആണ് ഈ ബാച്ചിന് നമ്മൾ നൽകുന്നത്. അതായത്
ടയർ 1 അതായത് നമ്മൾ പറഞ്ഞ പ്രൈമറി സ്റ്റേജ് ടയർ 1-നാണെങ്കിൽ ജനറൽ അവയർനെസ്, റീസണിംഗ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഉണ്ടായിരിക്കും. 1899 രൂപയാണ് ഈ ടയർ 1-ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫീ എന്ന് പറയുന്നത് ടയർ 1-നുള്ള ഫീ ആണ്. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, എക്സാമുകൾ, ടയർ 1-നുള്ള സ്റ്റഡി മെറ്റീരിയൽ, ഇതെല്ലാം ഉൾപ്പെടെയാണ് ടയർ 1-ന് ഈ ഫീ. ഇനി നിങ്ങൾക്ക് ടയർ 1 and 2 കോംബോ ഓഫർ ഉണ്ട്. കോംബോ ആണെങ്കിൽ അതിന് 2900 ആണ് വരുന്ന ഫീ എന്ന് പറഞ്ഞത്. അതിലും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സിലബസ് കവറേജും സബ്ജക്ട് സ്പെസിഫിക് ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും എല്ലാം ഉൾപ്പെടെയാണ് ഈ ടയർ 1 and 2-ന് 2900 എന്ന് പറയുന്ന ഫീ സ്ട്രക്ചർ ഉള്ളത്. അപ്പൊ ഏറ്റവും മിനിമം ഫീയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എത്തിക്കലാണ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോ എല്ലാവർക്കും എന്താ പറയുന്നത്, എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫീ സ്ട്രക്ചർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ ബാച്ച് 3 ആരംഭിക്കുന്നത് 2/12/2025 ആലോചിക്കുക. അതിനേക്കാൾ ഉപരി നിങ്ങൾ ആലോചിക്കുക, 4-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. മറക്കരുത്, അപ്ലൈ ചെയ്യണം, എത്രയും വേഗം അപ്ലൈ ചെയ്യണം. അവസാന സമയത്തേക്കൊന്നും കാത്തിരിക്കരുത്. എത്രയും വേഗം അപ്ലൈ ചെയ്തിട്ട് എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പഠനത്തിലേക്ക് കടക്കണം. ആ ജോലി എനിക്കുള്ളതാണ്, ആ ജോലി എനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്കത് വേണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നേറണം. ഓക്കെ, അപ്പോൾ എത്രയും വേഗം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, ഏറ്റവും നന്നായി പഠിക്കുക, ആ സെൻട്രൽ ഗവൺമെന്റിന്റെ അധ്യാപക ജോലി നേടിയെടുക്കണമെന്നുള്ള വാശിയോടെ തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.